നമസ്കാരം. ലയണൽ മെസ്സി കൊച്ചിയിൽ വരുമോ? ഈ ചോദ്യം മലയാളി ചോദിക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. ഈ ചോദ്യം മലയാളിയുടെ മനസ്സിലേക്ക് ഇട്ട് തന്നത് നമ്മുടെ ഉത്തരവാദപ്പെട്ട ഭരണകൂടമാണ്. ആദ്യം അത്തരത്തിൽ മലയാളിക്ക് പ്രതീക്ഷ പകർന്നത് കേരളത്തിൻ്റെ ഗവൺമെൻറ്റാണ്. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി, പ്രത്യേകിച്ച് കേരളത്തിൻ്റെ സ്പോർട്സ് യുവജനകാര്യ മന്ത്രി ശ്രീ വി അബ്ദുറഹിമാനാണ്. അന്നു മുതൽ ആരവം തുടങ്ങിയതാണ്, വലിയ ആർപ്പുവിളി തുടങ്ങിയതാണ്. മെസ്സി വരുന്നു എന്ന് കേട്ടാൽ കേരളത്തിന് ഒരു വലിയ ആഘോഷം തന്നെയാണ്. ഒരു തിരുനാളിൻ്റെ, ഒരു വലിയ മാമാങ്കത്തിൻ്റെ ആഘോഷമാണ് മെസ്സി വരിക. പ്രത്യേകിച്ച് കാൽപന്ത് കളിയുടെ ആരാധകന്മാർ മാത്രമല്ല, കാൽപന്ത് കളിയുടെ ഭ്രാന്തന്മാരാണ് മലയാളി, പ്രത്യേകിച്ച് മലബാറിലെ കളിക്കമ്പക്കാർ. അതുകൊണ്ട് ഫുട്ബോളിൻ്റെ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഇതിഹാസം എന്ന് വിളിക്കുന്ന മെസ്സി കളിക്കാൻ വരുന്നു. അർജൻറ്റീനൻ ടീം കേരളത്തിൽ കളിക്കാൻ വരുന്നു. ആദ്യമേ തന്നെ കൺഫ്യൂഷൻ്റെ പരമ്പരയാണ്, ഒരു കൺഫ്യൂഷൻ്റെ കളിയായിരുന്നു, ഒരു കളിക്കളം തന്നെയാണ് മെസ്സിയുടെ വരവും. വരുമോ വരാതിരിക്കുമോ? ആദ്യം വന്നത് മെസ്സി വരുമെന്ന് പ്രഖ്യാപിച്ചത് മന്ത്രി അബ്ദുറഹിമാനാണ്. ആ പ്രതീക്ഷയുമായി ആളുകൾ ആരവം തുടങ്ങി, പ്രചാരണം തുടങ്ങി, കോലാഹലങ്ങൾ തുടങ്ങി. സോഷ്യൽ മീഡിയയിൽ മുഴുവൻ വലിയ കൊടിതോരണങ്ങൾ നിരന്നു. ആ സമയത്താണ് ഒരു വാർത്ത വന്നത്, അത് ഉറപ്പിച്ചിട്ടില്ല, വരുമെന്ന് ഉറപ്പില്ല, സ്പോൺസർമാർ പിൻവാങ്ങി, വരില്ല എന്നാണ് ഒടുവിൽ അറിയുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൺഫ്യൂഷനായി. അങ്ങനെ വീണ്ടും മ്ലാനത പരന്നു. സന്തോഷത്തിൻ്റെ ആരവങ്ങൾ, വെടിമുഴക്കങ്ങൾ, വലിയ മാലപ്പടക്കങ്ങൾ പൊട്ടിക്കൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് മരണവീട് പോലെ നമ്മുടെ കളിക്കമ്പക്കാരുടെ ലോകത്ത് മ്ലാനത പരന്നത്. അയ്യോ, മെസ്സി വരുന്നില്ലത്രേ, അർജൻറ്റീന കേരളത്തിൽ കളിക്കുന്നില്ലത്രേ എന്ന് കേട്ടു തുടങ്ങിയത്. പിന്നെ ഏതാണ്ട് അല്പം കഴിഞ്ഞപ്പോൾ, കുറച്ചുകൂടി കഴിഞ്ഞപ്പോൾ അത് ഉറപ്പ് വരുത്തുന്നു. അർജൻറ്റീനൻ ടീമുമായി കമ്മ്യൂണിക്കേഷൻ നടത്തുന്നു. നേരത്തെ പറഞ്ഞിരുന്നത് കമ്മ്യൂണിക്കേഷൻ നടത്തുന്നത് ഗവൺമെൻറ് അല്ല, സ്പോൺസർമാരാണ്. സ്പോൺസർമാരാരാണ്? നമ്മുടെ റിപ്പോർട്ടർ ടി.വിയുടെ മുതലാളിമാരാണ് സ്പോൺസർമാരായി രംഗത്ത് വന്നിരിക്കുന്നത്. അവരാണ് ആ ടീമിൻ്റെ മുഴുവൻ ചെലവും, അവരുമായിട്ടാണ് കമ്മ്യൂണിക്കേഷൻ വഹിക്കുന്നത്. അതുകൊണ്ട് സ്പോൺസർമാർ ബന്ധപ്പെട്ടപ്പോൾ അവർ വീണ്ടും വരുമെന്നറിയിച്ചിട്ടുണ്ട്, അവരുടെ ഷെഡ്യൂളിലുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഏറ്റവും ഒടുവിൽ എന്തായാലും ഈ കൺഫ്യൂഷൻ, വരുമോ വരില്ലയോ എന്ന ആശങ്ക മുഴുവനും അവസാനം ഒടുവിൽ തെളിഞ്ഞു നിന്നത് ഒരു കൃത്യമായ ചിത്രത്തിലാണ്. ഈ അടുത്ത മാസം നവംബർ മാസം 17-ന് അർജൻറ്റീനൻ ടീം വരും. അർജൻറ്റീനൻ ടീം സൗഹൃദ മത്സരം കളിക്കും. അർജൻറ്റീനയും ഓസ്ട്രേലിയയും തമ്മിലാണ് കളിക്കുക. നവംബർ മാസം 17-ാം തീയതി കളിക്കും. എവിടെ കളിക്കും? കൊച്ചിയിൽ തന്നെ കളിക്കും. കൊച്ചിയിൽ എവിടെ? ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ, കലൂരിലെ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ കളിക്കും എന്ന് ഉറപ്പായി. മന്ത്രി അബ്ദുറഹിമാൻ അത് പ്രഖ്യാപിച്ചു. സങ്കടം മുഴുവൻ മാറി, ആശങ്കകൾ മാറി. മലയാളത്തിലെ കൽപ്പന്ത് കളിയുടെ ഭ്രാന്തന്മാരും കമ്പക്കാരും ആരാധകരും മുഴുവനും ആവേശത്തോടെ ചടകുടഞ്ഞ് എഴുന്നേറ്റു. ഗവൺമെൻറ് ഉണർന്നു, കൊച്ചി കോർപ്പറേഷൻ ഉണർന്നു, സ്പോർട്സ് കൗൺസിൽ ഉണർന്നു. എല്ലാവരും അവസരത്തിന് ഒത്ത് ഉണർന്ന് പ്രവർത്തിച്ചു. ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ, അല്ലെങ്കിൽ ആ സ്റ്റേഡിയം പുതുക്കി പണിയാനുള്ള പണികൾ ആരംഭിച്ചു. 70 കോടിയാണ് സ്റ്റേഡിയത്തിൻ്റെ അറ്റകുറ്റപ്പണികൾക്ക് മാത്രമായിട്ട് 70 കോടി നീക്കിവെച്ചു. ജില്ലാ കലക്ടറുടെ നേതൃത്വത്തിൽ അവിടെ പണികൾ ആരംഭിച്ചു. മാത്രമല്ല, അവിടെ പണികൾ നടത്താനും ഈ അവിടുത്തെ ചിട്ടവട്ടങ്ങൾ ഒരുക്കാനും ആവശ്യമായ ഭേദഗതികളും പുരോഗതിയും വരുത്താനും ഒക്കെ വേണ്ടിയിട്ട് തൽക്കാലം ഈ സ്റ്റേഡിയത്തിൽ, ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൻ്റെ കെട്ടിടത്തിൽ പ്രവർത്തിച്ചിരുന്ന കച്ചവടക്കാരോടൊക്കെ തൽക്കാലത്തേക്ക് അവർക്ക് ഒരു ഇടവേള കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും കച്ചവടം നിർത്തിയിട്ട്, വേറൊന്നിനും വേണ്ടിയല്ല. ഏതാണ്ട് ഈ നവംബർ 17-ൻ്റെ കളി എന്ന് പറഞ്ഞാൽ 17-ന് മാത്രമല്ല, നവംബർ 17-ന് നടക്കുന്ന അർജൻറ്റീനയും ഓസ്ട്രേലിയയും തമ്മിലുള്ള കളി ഒരൊറ്റ ദിവസത്തെ കളിയാണ്. ആ കളിയിലാണ് മെസ്സി കളിക്കുന്നത്. നവംബർ 17-ന് നടക്കുന്ന കളിയുടെ മുന്നോടിയായിട്ട് കുറച്ച് കളി, 14 മുതൽ 17 വരെ സൗഹൃദ മത്സരങ്ങൾ വേറെയും എന്ന് പറഞ്ഞാൽ ഒരാഴ്ച ഗംഭീരമായ 14, 15, 16, 17 4 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ഫുട്ബോൾ മാമാങ്കം കൊച്ചിയിൽ നടക്കും എന്ന പ്രതീക്ഷയാണ്. അതിന് വേണ്ടിയിട്ട് കച്ചവടക്കാരോട് പോലും, അവിടെ വലിയ ബിസിനസ്സുള്ള കച്ചവടക്കാരോടൊക്കെ തന്നെ നിങ്ങൾ ലീവ് എടുക്കണം, ആ ദിവസങ്ങളിൽ നിങ്ങൾ കച്ചവടം ചെയ്യരുത്, കടകളൊക്കെ അടച്ചിടണം, അത്രയേറെ തിരക്കുണ്ടാകും, ആ തിരക്ക് നിയന്ത്രിക്കാൻ ഞങ്ങളോട് സഹകരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് കോർപ്പറേഷൻ അധികൃതരും ബന്ധപ്പെട്ടവരും ഒക്കെ ഈ കച്ചവടക്കാരെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. പകരം കച്ചവടക്കാർ പറഞ്ഞത് ഞങ്ങൾക്ക് വലിയ നഷ്ടമുണ്ടാകും, തീർച്ചയായിട്ടും വലിയ ജനാവലി വരുന്ന ദിവസങ്ങളിലാണ് ഞങ്ങൾക്ക് വലിയ കച്ചവടം ഉണ്ടാവുക,
അതുകൊണ്ട് ആ സമയത്ത് നിങ്ങൾ കച്ചവടം പൂട്ടിയിടണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് വലിയ നഷ്ടമുണ്ടാവും, ഞങ്ങൾ വാടക കൊടുക്കണം, ഞങ്ങൾക്ക് ഒരുപാട് ചിലവുണ്ട്. അതുകൊണ്ട് ഈ ഈ ഈ മേളയുടെ ചിലവിൽ നിന്ന് ഞങ്ങൾക്ക് നഷ്ടപരിഹാരം തരണമെന്ന് അവർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതൊക്കെ അടുത്ത ദിവസങ്ങളിലെ സംഭവവികാസങ്ങൾ. ഒരു പക്ഷേ അവരെയും തൃപ്തിപ്പെടുത്തുന്ന മാന്യമായൊരു ഒത്തുതീർപ്പിലൊക്കെ കോർപ്പറേഷനും നമ്മുടെ രാഷ്ട്രീയ നേതൃത്വവും ജനപ്രതിനിധികളും ജില്ലാ കലക്ടറും ഒക്കെ എത്തുമായിരിക്കും എന്ന പ്രതീക്ഷയിലാണ് നമ്മളുള്ളത്. ഇത്രയൊക്കെ എത്തി നിൽക്കുമ്പോൾ മാത്രമല്ല ടിക്കറ്റ് വിൽപ്പനയ്ക്കുള്ള ഒരുക്കങ്ങളായി. ഈ വരുന്ന 25-ാം തീയതി, ഒക്ടോബർ 25-ാം തീയതി മുതൽ ടിക്കറ്റ് മാർക്കറ്റിൽ, ഓപ്പൺ മാർക്കറ്റിൽ ലഭ്യമാവും എന്നറിയിച്ചിട്ടുണ്ട്. ഒക്ടോബർ 25 മുതൽ ടിക്കറ്റ് വിൽക്കാനുള്ള സംവിധാനങ്ങളോ ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ ഒക്കെ അതിൻ്റെ പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട്. ഒക്ടോബർ 25 മുതൽ ടിക്കറ്റ് ലഭ്യമാണ് എന്നും ബന്ധപ്പെട്ടവരൊക്കെ അറിയിച്ചിട്ടുണ്ട്. ഇത്രയും എത്തി നിൽക്കുമ്പോഴാണ് ഇടുത്തി പോലെ രണ്ടാമതും ഒരു കൺഫ്യൂഷൻ്റെ വാർത്ത വരുന്നത്. ഈ കഴിഞ്ഞ ആഴ്ച അർജൻറ്റീനയിലെ ഒരു പത്രം, ആ ഇടുത്തിയാണ് ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട വിഷയം. അർജൻറ്റീനയിലെ ഒരു പത്രം TYC സ്പോർട്സ്, അവിടുത്തെ കായിക കാര്യങ്ങളുടെ വാർത്തകളൊക്കെ ആധികാരികമായി പ്രസിദ്ധീകരിക്കുന്ന പത്രപ്രസിദ്ധീകരണമാണ് TYC സ്പോർട്സ്. TYC സ്പോർട്സിൽ പൊടുന്നനെ ഒരു വാർത്ത വരുന്നു. നവംബറിലെ ഇന്ത്യൻ പ്ലാൻ അർജൻറ്റീനൻ ടീം ഉപേക്ഷിച്ചിരിക്കുന്നു. മെസ്സി കളിക്കുന്ന അർജൻറ്റീനയുടെ ടീം നവംബറിൽ ഇന്ത്യയിലൊരു പര്യടനം ഫിക്സ് ചെയ്തിരുന്നു. അത് പക്ഷേ ഉപേക്ഷിച്ചിരിക്കുന്നു. ഇപ്പോൾ അതില്ല. അതിന് പകരം ഈ നവംബറിൽ അർജൻറ്റീനിയൻ ടീം പോകുന്നത് മൊറോക്കോയിലേക്കാണ്. അർജൻറ്റീനയും ഓസ്ട്രേലിയയും തമ്മിൽ നവംബറിൽ ഇന്ത്യയിൽ വന്ന് കൊച്ചിയിൽ കളിക്കേണ്ടിയിരുന്ന കളിക്ക് പകരം അവർ ഈ മാസം പോകുന്നത് മൊറോക്കോയിലേക്കാണ്. നവംബറിൽ മൊറോക്കോയിലേക്ക് പോകും. മൊറോക്കോയിൽ അർജൻറ്റീനയും അങ്കോളയും തമ്മിലുള്ള മത്സരത്തിനാണ് അവർ പോകുന്നത് എന്ന വാർത്ത അർജൻറ്റീനയിലെ പ്രമുഖമായ പത്രം സ്പോർട്സ് പത്രം, ആ പത്രത്തിൽ വന്നിരിക്കുന്നു. TYC സ്പോർട്സിൽ വന്നു. വീണ്ടും കൺഫ്യൂഷനായി. ദൈവമേ, മെസ്സി വീണ്ടും വരാതാവുമോ? അർജൻറ്റീന കേരളത്തിൽ കളിക്കാൻ വരാതാവുമോ എന്ന ആശങ്കയിലേക്ക് കേരളം വീണ്ടും കൂപ്പുകുത്തി വീണു. അതാണ് ഏറ്റവും ഒടുവിലത്തെ സാഹചര്യം ഉണ്ടായത്. അതിന് ഉപോത്ബലകമായി ചില ആഗോള തരത്തിലുള്ള സ്പോർട്സ് ലേഖകന്മാർ, ചില സ്പോർട്സ് ജേർണലിസ്റ്റുകളും ഇത് ശരിവെച്ചുകൊണ്ട്, അർജൻറ്റീനൻ പത്രത്തിൽ വന്ന വാർത്ത ശരിവെച്ചുകൊണ്ട്, ഇല്ല, ഇന്ത്യൻ പര്യടനം തൽക്കാലം നവംബറിൽ അർജൻറ്റീനിയൻ ടീമിന് ഇല്ല എന്ന് ശരിവെച്ചുകൊണ്ടുള്ള വാർത്തകളും വരികയുണ്ടായി. അതും കൺഫ്യൂഷൻ്റെ ആഴം വർദ്ധിപ്പിച്ചു. പക്ഷേ ഒടുവിലൊരു പ്രതീക്ഷ വന്നത് ഇന്നലെ ഇതിൻ്റെ സ്പോൺസർമാരായ, കൊച്ചിയിലെ അർജൻറ്റീനിയൻ ടീമിൻ്റെ സ്പോൺസർമാരായ റിപ്പോർട്ടർ ടി വിയുടെ ഉടമ ആൻഡോ അഗസ്റ്റിൻ തന്നെ നേരിട്ട് മാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്ന് തെറ്റിദ്ധാരണ വേണ്ട, തെറ്റിദ്ധരിക്കേണ്ട, കൺഫ്യൂഷൻ ഇല്ല, ഞങ്ങൾ വീണ്ടും ബന്ധപ്പെട്ടു, മാറ്റമില്ല, കളിയിൽ മാറ്റമില്ല, നവംബർ 17 പറഞ്ഞാൽ പറഞ്ഞതാണ്, നവംബർ 17 തന്നെ അർജൻറ്റീനൻ ടീം വരും, കൊച്ചിയിൽ കളിക്കും, ആരും ആശങ്ക വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് സ്പോൺസർ തന്നെ രംഗത്ത് വന്നിട്ടുണ്ട്. അദ്ദേഹം രംഗത്ത് വന്നതുകൊണ്ടായിരിക്കാം പിന്നെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് പ്രത്യേകിച്ചൊരു ക്ലാരിറ്റിയും പിന്നെ പറയേണ്ടി വന്നിട്ടില്ല. അവർ പക്ഷേ സ്പോൺസറെ വിശ്വസിക്കുന്നതുകൊണ്ട്, സ്പോൺസറെ എല്ലാ ചുമതലയും ഏൽപ്പിച്ചതുകൊണ്ടായിരിക്കണം അങ്ങനെ പറയുന്നത്. എന്തായാലും ഇപ്പോഴത്തെ അവസ്ഥയിൽ നമുക്ക് പ്രതീക്ഷിക്കാം, ഈ മിനിസ്റ്റർ തന്നെ, ബഹുമാനപ്പെട്ട സ്പോർട്സ് മന്ത്രി വി അബ്ദുറഹിമാൻ തന്നെ നേരത്തെ പറഞ്ഞിട്ടുള്ളത്, ഈ അർജൻറ്റീനിയൻ ടീമുമായി നിരന്തരം കമ്മ്യൂണിക്കേഷൻ നടത്തുന്നത് ഗവൺമെൻറ് അല്ല, സ്പോൺസർമാരാണ്. സ്പോൺസർ തന്നെ നേരിട്ട് വന്ന്, ആൻഡോ അഗസ്റ്റിൻ തന്നെ നേരിട്ട് വന്ന് പറഞ്ഞിരിക്കുന്നു, കൺഫ്യൂഷൻ വേണ്ട, കളി നടക്കും, മെസ്സി വരും, അർജൻറ്റീനൻ ടീം തീർച്ചയായിട്ടും ഓസ്ട്രേലിയയുമായി കൊച്ചിയിൽ കളിക്കും, നവംബർ 17 തന്നെ കളിക്കുമെന്ന് വീണ്ടും ഉറപ്പ് പറഞ്ഞുകൊണ്ട് ഏറ്റവും ഒടുവിൽ അവർ രംഗത്ത് വന്നു എന്നത് മാത്രമാണ് ഇപ്പോഴുള്ളൊരു ആശ്വാസം. നമുക്ക് തൽക്കാലം നമ്മുടെ മലയാളിയായ സ്പോൺസറെ വിശ്വസിക്കാം. സ്പോൺസർമാർ പറയുന്നതാണ് അവസാന വാക്യം എന്ന് ഗവൺമെൻറ് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ഗവൺമെൻറ്റിനെയും നമുക്ക് വിശ്വാസത്തിലെടുക്കാം. മാറ്റമില്ലാതെ ഈ ഒക്ടോബർ 25 തൊട്ട് ടിക്കറ്റ് വിൽപ്പന തുടങ്ങുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ടിക്കറ്റിന് വലിയ തിരക്കുണ്ടാകും. തീർച്ചയായിട്ടും ലക്ഷങ്ങളായിരിക്കും കളി കാണാൻ എത്തുക. ടിക്കറ്റ് മാത്രമല്ല, ഈ 30,000 പേരാണ് ആ സ്റ്റേഡിയത്തിൽ, കൊച്ചിയിലെ സ്റ്റേഡിയത്തിൽ ഇതുവരെ ആളുകൾ പരമാവധി കളി കാണാൻ സൗകര്യം ഉണ്ടായിരുന്നത്. ഏറ്റവും വലിയ പ്രവേശനം കൊടുത്തിരുന്നത് 30,000-ആണ്. പക്ഷേ മെസ്സി വരുന്ന കളിയിൽ ഏറ്റവും ചുരുങ്ങിയത് 60,000 പേർക്കെങ്കിലും ടിക്കറ്റ് കൊടുക്കാനുള്ള സംവിധാനങ്ങളാണ്. അത്രയും വലിയ തിങ്ങി നിറഞ്ഞ ഒരു ക്രൗഡിൻ്റെ മുമ്പിൽ കളിക്കാനാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. കളിയുടെ ടിക്കറ്റുകൾ 25 തൊട്ട് കൊടുത്തു തുടങ്ങുമെന്ന് വിചാരിക്കാം. നവംബർ 17 തന്നെ കളി നടക്കും എന്ന് കരുതാം. നവംബർ 14 തന്നെ ഈ ഒരു ഫുട്ബോൾ കാർണിവൽ, വലിയ മാമാങ്കം കൊച്ചിയിൽ ആരംഭിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നവംബർ 17 മെസ്സിയെ കാണാൻ ആരാധകരായ മലയാളികൾ മുഴുവനും ആവേശത്തോടെ കാത്തിരിക്കുന്നു. ആരുടെയും പ്രതീക്ഷ ഇനിയും ആശങ്കയിലേക്ക് വീഴാതെ, നമ്മുടെ ഈ കരളിൻ്റെ ആവേശത്തിലേക്ക് ഇനിയും കനൽ തരികൾ ആരും കോരിയിടാതെ
പ്രതീക്ഷിച്ചതുപോലെ കളി നടക്കും എന്ന് ശുഭപ്രതീക്ഷയോടെ നമുക്കിരിക്കാം. ആൻഡോ അഗസ്റ്റിനെ നമുക്ക് വിശ്വസിക്കാം. റിപ്പോർട്ടർ TV മലയാളിയെ പറ്റിക്കുകയില്ല, അവർ പറയുന്നത് സത്യസന്ധമാണ് എന്ന് നമുക്ക് കരുതാം. തീർച്ചയായിട്ടും ഇനിയൊരു ആശങ്ക വരാതിരിക്കട്ടെ എന്ന ആശംസയോടെ തൽക്കാലം ഇനിയും നമുക്ക് മെസ്സിയെക്കുറിച്ചും കൊച്ചിയെക്കുറിച്ചും ഫുട്ബോളിനെക്കുറിച്ചും പറയേണ്ടി വരും. കാത്തിരിക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.